ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്പനയിൽ കണ്ടപ്പോഴും വീഡിയോൻ്റെ തുടക്കം കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇന്നൊരു വിഷു ക്ലീനിങ് ഡേ ആണ്. ക്ലീനിങ്ങിൻ്റെ വീഡിയോ എടുക്കണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. എൻ്റെ കൂടെ ക്ലീനിങ്ങിന് അമ്മയുണ്ടായിരുന്നു കേട്ടോ. കിച്ചണൊക്കെ അമ്മയാണ് ക്ലീൻ ചെയ്തിരുന്നത്. വീടിൻ്റെ ഉൾവശമൊക്കെ ഞാൻ തന്നെ ചെയ്തു. ബാക്കിയുള്ള ഏരിയാസ് അമ്മയും ക്ലീൻ ചെയ്തു. അച്ഛനൊരു ഭാഗത്ത് തേങ്ങ പൊളിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഉണക്കാനുള്ള തേങ്ങയാണ് കേട്ടോ ഈ പൊളിച്ചെടുക്കുന്നത്. മൊത്തം പൊടി തട്ടിയതിന് ശേഷം ഒന്ന് അടിച്ചു വാരിയിട്ടു. പിന്നെ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജനലിൻ്റെ മുകളിലൊക്കെ അപ്പട പൊടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ടേബിളിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ആർട്ടും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെറിയ ചെറിയ പെയിൻറ്റിൻ്റെതും പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ടൊന്ന് കുളിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൂജാമുറി ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത്. കുറച്ച് ന്യൂസ് പേപ്പർ കൊണ്ടുവന്നിട്ട് നമ്മൾ ആ സൈഡിലായിട്ടൊന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് പൂജാമുറിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ആ ന്യൂസ് പേപ്പറിലേക്ക് വെക്കുന്നത്. ആ ഫോട്ടോസൊക്കെ എടുത്ത് മാറ്റിയപ്പോൾ അതിൻ്റെ പുറകിൽ നിറയെ ചിലന്തിയും കൂറയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഓടിച്ചതിന് ശേഷമാണ് ഫുള്ളായിട്ട് പിന്നെ ക്ലീൻ ചെയ്തത് അതിൻ്റെ ഉള്ളിൽ. ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹത്തിൻ്റെ മുകളിൽ കുറേ പെയിൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കുറേ വർഷമായി വാങ്ങിച്ചിട്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പെയിൻ്റൊക്കെ ഇങ്ങനെ ഇളകിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പെയിൻറ്റുകളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക അതിൽ നിന്ന്. അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫാബ്രിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാനത് ആ കളറൊക്കെ ഒന്ന് കൊടുത്ത് തീർത്തത്. പിന്നെ കുറച്ച് ചിരാതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. പിന്നെ പൂജാമുറിയിലുള്ള ബാക്കിയുള്ള വിളക്കുകളും താലം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഒരു 4:30 ആയപ്പോഴേക്കും ഈ ക്ലീനിങ്ങിൻ്റെ പരിപാടി മൊത്തം തീർത്തു.